മണ്ണാർക്കാട് ആനമൂളി ആദിവാസി ഊരിലുള്ളവർക്ക് ലൈഫിൽ അനുവദിച്ച വീടുകളുടെ മുഴുവൻ പണവും കരാറുകാരൻ കൈപ്പറ്റിയിട്ടും വീടിന്റെ പണി പൂർത്തിയാക്കിയില്ല. ഗുണഭോക്താക്കൾ താമസിക്കുന്നത് ചോർന്നൊലിക്കുന്ന ഷെഡിൽ. പണി പൂർത്തിയാക്കും മുൻപ് മുഴുവൻ തുകയും അനുവദിച്ച് നൽകി കരാറുകാരന് ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട സഹായം. ആനമൂളിയിൽ ലൈഫിൽ അനുവദിച്ച 5 വീടുകളാണ് കരാറുകാരൻ നിർമ്മിക്കുന്നത്. 1 വർഷം മുൻപ് തുടങ്ങിയ വീടുകളുടെ പണി ഇനിയും പൂർത്തിയായിട്ടില്ല. അടുക്കള, ശുചിമുറി, നിലമൊന്നും ശരിയാക്കിയിട്ടില്ല. വൈദ്യുതിയുമില്ല. മുൻവശത്തും അടുക്കള ഭാഗത്തും ജനലുകൾക്കും വാതിൽ വെച്ചു. അടുക്കളയും ശുചിമുറിയും പൂർത്തിയാക്കാത്തത് മൂലം താൽക്കാലികമായി കെട്ടിയ ഷെഡിലാണ് കഴിയുന്നതെന്ന് ഗുണഭോക്താവ് ശാന്ത പറയുന്നു. പണി കഴിയാതെ ഇന്നത്തെ മരം കഴിഞ്ഞിട്ടില്ല, ഉള്ളു തേപ്പും കഴിഞ്ഞിട്ടില്ല. അതാണ് ബാത്റൂമൊക്കെ അങ്ങനെ നിൽക്കുന്നത്. ബോർഡ് എടുത്ത ആളിപ്പോൾ വരുന്നില്ല. അത് വാതിൽ വെച്ച് പോയതാ. അത്രയുള്ളൂ. ബോർഡ് പണി എടുത്തിട്ട് 1.5 മാസമായി. എൻ്റെ ബോർഡ് പണി ഇനിയും കഴിഞ്ഞിട്ടില്ല. മഴയ്ക്ക് മുൻപ് പുതിയ വീട്ടിൽ കയറി താമസിക്കാമെന്നാണ് ഇവർ പ്രതീക്ഷിച്ചിരുന്നത്. ചോർന്നൊലിക്കുന്ന ഷെഡിലാണ് ഇപ്പോൾ കഴിയുന്നത്. മഴയാണെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യാൻ പോലും സാധിക്കാറില്ല. 6 ലക്ഷം രൂപ ചെലവിലാണ് വീട് നിർമ്മിക്കുന്നത്. ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കാണ് പണം അനുവദിക്കുന്നത്. അക്കൗണ്ടിൽ പണം എത്തിയ ഉടൻ കരാറുകാരന് നൽകി. അവസാന ഗഡു നൽകിയ ശേഷമാണ് വാതിൽ വെച്ചത്. ശുചിമുറിയും അടുക്കളയും നിലംപണിയും നടത്താതിരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന ആരോപണവും ഉണ്ട്. നിരന്തരം കരാറുകാരൻ ബന്ധപ്പെടുന്നുണ്ടെങ്കിലും ഉടൻ പൂർത്തിയാക്കാമെന്ന് പറയുന്നതല്ലാതെ പണി നടത്തുന്നില്ലെന്ന് ഗൃഹനാഥയായ വെള്ളാച്ചി പറയുന്നു. ഇനി അടുപ്പ് തയ്യാറാക്കണം, അതൊക്കെയാണ് പണി. കറണ്ടിൻ്റെ ഒക്കെ പണി കഴിഞ്ഞ് അവിടെ നിർത്തിയിരിക്കുക. ഇനി പൈസയൊക്കെ പോയിട്ട് കൊടുത്തല്ലേ ഇല്ല, അതൊക്കെ ശരിയാക്കും. ഉള്ളുകൂടിയൊക്കെ വെള്ളം വരാം. ഇവിടെ കിടക്കൊന്നും പറ്റില്ല. വെപ്പ് കൂടിയൊക്കെ തീറ്റൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കിടത്താം. ലൈഫ് വീടുകളുടെ പൂർത്തിയായ ഘട്ടങ്ങൾക്കാണ് സാധാരണ പണം അനുവദിക്കാറുള്ളത്. അവസാന ഗഡു നൽകണമെങ്കിൽ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ് വ്യവസ്ഥ. ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ വിഇഒ വ്യക്തമായ മറുപടി നൽകുന്നില്ലെന്നാണ് ഊരിലുള്ളവർ പറയുന്നത്. പണി പൂർത്തിയാക്കും മുൻപ് അവസാന ഗഡു നൽകിയത് കരാറുകാരനെ സഹായിക്കാനാണെന്ന ആരോപണവുമുണ്ട്. അതേസമയം പണി പൂർത്തിയാക്കുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് പണം അനുവദിച്ചതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഗുണഭോക്താക്കൾക്ക് നേരിട്ടാണ് പണം നൽകുന്നത്. ഗുണഭോക്താക്കളാണ് കരാറുകാരന് പണം നൽകുന്നത്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.